നമസ്കാരം. അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് തീപിടിച്ച കപ്പലിൽ തീ വീണ്ടും ആളിപ്പടരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. കപ്പലിലെ ഡെക്കിലാണ് സ്ഫോടനമുണ്ടായത്. ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു. കണ്ടെയ്നറുകളിൽ എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളെന്നാണ് വിവരം. ഇനിയും സ്ഫോടന സാധ്യതയുള്ളതിനാൽ മറ്റു കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് തീരസേനയുടെ 3 കപ്പലുകൾ ശ്രമം തുടരുകയാണ്. എന്നാൽ ഇവയ്ക്ക് തീ നിയന്ത്രണ വിധേയമാകാൻ സാധിക്കാത്തതിനാൽ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. തീപിടുത്തമുണ്ടായ സിംഗപ്പൂർ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾക്ക് തീപിടുത്തമുണ്ടായ കപ്പലിനടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. തീ മറ്റു കണ്ടെയ്നറുകളിലേക്ക് പടർന്നിരിക്കുകയാണ്. കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെട്ടവരെ നാവികസേന കപ്പലായ INS സൂറത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം മംഗലാപുരത്ത് എത്തിക്കാനാണ് ആലോചന. പരിക്കേറ്റവരെല്ലാം നിലവിലുള്ളത് INS സൂറത്തിലാണ്. തീ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കപ്പലുകളിൽ കൊണ്ടുപോകുന്ന അപകടകരമായ വസ്തുക്കളെ 9 വിഭാഗങ്ങളിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ക്ലാസ് 3, 4.1, 4.2, 6.1 തരങ്ങളിലുള്ള വസ്തുക്കളാണ് വൻഹൈ 503 കപ്പലിലുള്ളത്. തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങളാണ് ഇതിൽ ആദ്യത്തേത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വൻഹൈ 503 എന്ന ചരക്ക് കപ്പലിലാണ് തീരത്ത് നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. ഇവർക്ക് പൊള്ളലേറ്റതായിട്ടാണ് സൂചന. BSM എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പൗരന്മാരാണ് കപ്പലിലുള്ളത്. 20 വർഷം പഴക്കമുള്ള കപ്പലിന് 270 മീറ്റർ നീളമുണ്ട്. 7-ാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ 10-ന് രാവിലെ 9:30 മുംബൈയിൽ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. കേരള സമുദ്രാതിർത്തിയിൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ചരക്കപ്പലിനാണ് തീപിടിച്ചത്. ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി 145 കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം. സിംഗപ്പൂർ പതാക വഹിക്കുന്ന വൻഹൈ 503 എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കപ്പൽ നിയന്ത്രണമില്ലാതെ കടലിൽ ഒഴുകി നടക്കുകയാണെന്ന് നാവികസേന അറിയിച്ചു. കപ്പലിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. 22 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. പൊള്ളലേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. കൂടുതലും തായ്വാൻ പൗരന്മാരാണ്. ഇവരെല്ലാം കപ്പൽ ഉപേക്ഷിച്ചു. കാണാതായവരിൽ 2 പേർ തായ്വാൻ പൗരന്മാരാണ്. 10 പേർ ലൈഫ് ബോട്ടിലും 8 പേർ ലൈഫ് റാഫ്റ്റിലും രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും കപ്പലിൽ നിന്നും പുറത്തു വന്നു. കപ്പലിന്റെ പ്രൈമറി ഡെക്കിന്റെ അടിഭാഗത്താണ് സ്ഫോടനം ഉണ്ടായത്. പിന്നാലെ തീപിടുത്തം ഉണ്ടായി എന്നാണ് വിവരം. അഴീക്കൽ തുറമുഖവുമായി അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് അപകടം. വിവരം അറിഞ്ഞയുടൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉടനടി പ്രതികരിച്ചു. കോസ്റ്റ് ഗാർഡ് 3 ഡോർണിയൻ വിമാനങ്ങളും നാവികസേനയുടെ ലൈഫ് റാഫ്റ്റുകളോട് കൂടിയ ഒരു വിമാനവും അയച്ചു. കൂടാതെ 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കൂടി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മൊത്തം 5 കപ്പലുകളാണ് അയച്ചിരിക്കുന്നത്. തീ അണയ്ക്കാൻ കപ്പലുകൾ ശ്രമിക്കുകയാണ്. ന്യൂ മാംഗ്ലൂരിൽ നിന്നുള്ള ICGS രാജ്പുത്, കൊച്ചിയിൽ നിന്നുള്ള ICGS അരുൺവേഷ്, അഗത്തിയിൽ നിന്നുള്ള ICGS സാചെത് എന്നിവ സഹായത്തിനായി തിരിച്ചുവിട്ടതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. 50 കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പതിച്ചതായിട്ടാണ് വിവരം. 650ഓളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ടായിരുന്നു. അതേസമയം കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. ബേപ്പൂരിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെയും അഴീക്കടലിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ ദൂരത്തുമായിട്ടാണ് അപകടം സംഭവിച്ചത്. യാത്ര തുടങ്ങി 11-ാം മണിക്കൂറിലാണ് അപകടമുണ്ടായത്.